ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ നേരം പോലെ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. സയാനും പിന്നാലെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓൻക്കും ഈ സെയിം ടെൻഷൻ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മദ്രസ ഉണ്ട്. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ കാലത്ത് എണീറ്റിട്ടുള്ളത്. ഇന്നാണ് നമ്മൾ സയാൻ്റെ സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോണ ദിവസം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഈ സർജറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സർജറിയാണെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ. അപ്പം ചെറുപ്പത്തിലേ ഉണ്ട് അഡിനോയിഡിൻ്റെ പ്രശ്നം. അപ്പം ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് സർജറി പറഞ്ഞത്. ഇപ്പം ആൾക്ക് 10 വയസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വൈകിക്കണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കേട്ടോ. ഈ അഡിനോയിഡ് ഇങ്ങനെ വലുതാവും തോറും നമ്മുടെ ഫേസിൻ്റെ ഷേപ്പൊക്കെ മാറി വേറൊരു മാതിരി ഷേപ്പൊക്കെ ആവും. പല്ലൊക്കെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ സൈഡിൽ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഓക്കെ ആക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ സർജറിക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇന്ന് പോയി അഡ്മിറ്റ് ആവണം. നാളെയാണ് നമുക്ക് സർജറി. 3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റും. പക്ഷേ നമ്മൾ ചെറിയ ആളെയും കൊണ്ട് ഹോസ്പിറ്റലും സർജറിയും എല്ലാം കൂടെ എന്തൊക്കെയാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ ഇന്ന് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയുള്ള മദ്രസ് കളയണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് നാളെ ക്ലാസ്സിന് വിടുകയാണ്. ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 ദിവസമൊക്കെ നമുക്ക് 5 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ വെറുതെ ക്ലാസ് കളയണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഓനെയൊക്കെ പറഞ്ഞയച്ചിട്ടില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ലഞ്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാം കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒന്നിങ്ങനെ തുടങ്ങുകയാണ്. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും വളരെ സ്പീഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ആളുള്ളത് കൊണ്ട് ആളുടെ ഒരു മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എന്താണെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ഉപ്പുമാവൊക്കെ വിചാരിച്ച്. പക്ഷെ അതാർക്കും വയറൊന്നറിയില്ല. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോഴാണ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്നാണെങ്കിൽ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള ടൈമുമില്ല. അപ്പം ഞാൻ ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സെറ്റ് ചെയ്യാമെന്ന് കരുതി പൂരിയും ഇഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ സയാന നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് കഴിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ടേന്ന് എല്ലാം റെഡിയാക്കുകയാണ്. ഞാൻ ആയുസിനേൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് അർഷാക്കുനെ നിർത്താമെന്നാണ് കരുതിയത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വാർഡിലേക്കാണ് കേട്ടോ ഞാൻ അയാൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അർഷാക്കുനെ കൂടെ നിൽക്കാമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ തിരിച്ചു വരും. അതായത് നമ്മളെ സർജറിക്കുള്ള അവിടെ പോയിട്ട് എല്ലാതും ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഇട്ടതും കാര്യങ്ങളൊക്കെ ചെയ്തതും. പക്ഷെ നേരെ തിരിച്ചാണൊക്കെ സംഭവിച്ചത്. സയാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ നിൽക്കേണ്ടി വന്നു. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള റെസിപ്പിയൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കേണ്ടത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം അത് പ്രത്യേകിച്ച് ഞാൻ പറയണമൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉമ്മയും കൂടെ ഉണ്ടെന്നുള്ളത്. ഉമ്മ ചെറുതായിട്ടൊന്ന് വീണിട്ട് ചെറുതായിട്ട് എല്ലാം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ റെസ്റ്റിലാണ്. അപ്പോൾ ആളവിടെ ഒറ്റക്കിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്നറിയോ? ഉമ്മാനെ സയാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിർത്താം. അപ്പം ഞാൻ ഇവിടെ ആണെങ്കിലും കുഴപ്പമില്ല, സയാനും ഉമ്മ ഉണ്ടെങ്കിലും മതി. അപ്പോൾ ഉമ്മാനെയാണ് ഞാൻ കണക്കാക്കിയത്. പക്ഷെ ഉമ്മ അപ്പോഴത്തേനും വീണ് കാലൊക്കെ പൊട്ടിച്ചു. അപ്പോൾ പിന്നെ ഉമ്മാനൊരു പരിപാടിക്കും കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ നിൽക്കല്ലാതെ വേറെ വഴിയില്ല കേട്ടോ. അപ്പം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കാനുള്ളത് നടക്കും, വരാനുള്ളത് വരും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം ഒക്കെ തകിടം മറിഞ്ഞു. ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കൂടെ ഇവിടെ ഒരാൾ വേണം, സയാൻ്റെ കൂടെ അവിടെ ഒരാൾ വേണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അനിയത്തിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയത്തി ഉമ്മയൊക്കെ ഇവിടെ നിൽക്കും. ഞാനും അർഷാക്കും സയാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കും. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിന്ന് കുറച്ചധികം പൂരി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും വയറ് നിറച്ച് കഴിക്കട്ടെ എന്ന് കരുതി. ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തി വരും കേട്ടോ. അപ്പോൾ അവളടുത്തും ചെറിയ കുട്ടിയാണ്, അതിന് 1 വയസ്സ് പോലും ആയിട്ടില്ല. എന്തായാലും ഒക്കെ എങ്ങനെയൊക്കെ ഒന്ന് നടന്നു കഴിയട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഡെയിലി ഞാനിങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് വ്ളോഗ് എടുക്കാനൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതിനൊരു സമയം കിട്ടണില്ല. എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ളൊരു പണിയാണ്. നന്നായിട്ട് റിസ്ക്കാണ് കേട്ടോ. കുറച്ച് മക്കളും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ചാനലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്തായാലും ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ നമ്മുടെ ഭൂരി ഇഷ്ടമൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ 4 വാരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോവല്ലേ.
അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നല്ല തിരക്കാവും, ഈ മുറ്റമൊന്നും അടിച്ചു വരാനുള്ള സമയം കിട്ടില്ല എന്ന് കരുതിയിട്ട് മുറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ തെളിച്ചൊന്ന് അടിച്ചു വാരി. പിന്നെ നമ്മുടെ സിറ്റൗട്ടൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകും. മക്കൾ ഫുള്ള് ചളിയാക്കിയിട്ടുണ്ടാവും. പൂച്ചക്കുട്ടനുണ്ട് ഇവിടെ കുറേ, അപ്പോൾ അവരൊക്കെ കയറി മേയുന്നൊരിടമാണ്. പിന്നെ ഹൈസും ഇതേനെ കയറി ഉറങ്ങുകയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ഈ പൂച്ചയും ഹൈസും തമ്മിൽ എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടമല്ല. അത് എനിക്ക് അലർജിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകും കേട്ടോ. പിന്നെ ഉറുമ്പിൻ്റെ കൂടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും ഹൈസുവിന് പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോട്ടേന്ന് കരുതിയിട്ട് വെള്ളവും ഉറുമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളയലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അലക്കാൻ പോയി കേട്ടോ. സാധാരണ ഉമ്മയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ദിവസം എനിക്ക് അലക്കണ പരിപാടി ഉണ്ടാവാറില്ല. കാരണം ഉമ്മയാണ് അലക്കാറൊക്കെ. ഇപ്പം ഉമ്മ കാല് കഴിയാതെ കിടക്കൊണ്ടില്ലേ, ഉമ്മാനെ നമ്മൾക്ക് പണികൾക്കൊന്നും വിളിക്കാൻ പാടില്ല, മോശമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് തിരുമ്പണം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഉമ്മക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. അങ്ങനെ ഒതുങ്ങിയിരിക്കാത്ത ഒരാളാണ്. അപ്പോൾ കാലിനായതുകൊണ്ടാണ് ആളിപ്പോൾ ഇറങ്ങി നടക്കാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇങ്ങനെ ഹൈസുവിന് ഫുഡ് കൊടുക്കുക, എനിക്ക് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞുതരാം, കൂട്ടാനുള്ളത് അരിഞ്ഞുതരാം, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഹൈസുവിനില്ലേ ഒന്ന് തിന്നാനുള്ള മൂടിലൊക്കെ വേണ്ട അറിയുന്നുണ്ട് ഉമ്മാനോട്. രാവിലെ മുതൽ എന്താ മുട്ടായി എന്ന് പറഞ്ഞ് നടക്കുകയാണ്, എന്താ അറിയില്ല. പക്ഷെ ഞാൻ ഒരു പൂരി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ വാങ്ങി കൊടുക്കാമല്ലോ. അപ്പോൾ അത് അടുത്ത ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ എണീക്കപ്പം നല്ലോണം നേരം വൈകാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പണികളും ആകെ തകിടം മറിയും. അത് കഴിഞ്ഞിട്ട് ഞാനിവരെല്ലാവരെയും കൂടെ കൂട്ടി അർഷാക്കിൻ്റെ കൂടെ അല്ലേ ഹെയർ കട്ടിങ്ങിന് വിട്ടു കേട്ടോ. അപ്പം സയാൻ്റെ മുടിയൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാന്ന് കരുതി. ഹൈസുവിന് ഫുള്ള് ചൂടൂരാണ്. അപ്പം മുട്ട അടിക്കാന്ന് കരുതി. അങ്ങനെ മുട്ടയൊക്കെ അടിച്ച് വിത്തിൻ സെക്കൻഡ്സ് അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അനിയത്തിയും കുട്ടിയൊക്കെ വന്നു. അപ്പോഴേക്കിനും നമ്മുടെ വീട്ടിലെ എല്ലാവരും കൂടെ ആയപ്പോൾ ആകെ കൂടെ തിരക്കായിട്ടോ. അപ്പോൾ ഇതേ മുട്ടക്കുട്ടന്മാർ നല്ല കുറച്ച് നേരമൊക്കെ നല്ല രീതിയിൽ കളിച്ചത് കഴിഞ്ഞിട്ട് തല്ലായി, പിന്നെ പെരും കരച്ചിലൊക്കെ ആയി. സ്വാഭാവികം, മക്കളല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി ഡ്രൈവർ ഉണ്ടല്ലേ, ഞങ്ങളൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ആൾ നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാക്ക വന്നപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ ചെടപടയെന്നെല്ലാം സെറ്റാക്കി. ഞാൻ കൊണ്ടുള്ള സാധനങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് കേട്ടോ എല്ലാം എടുത്തു വെച്ചത്. പിന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതെങ്ങനെ മറന്നു കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അതില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ അർഷാക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അത് നല്ലതാണ്, നമ്മൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോകാൻ നേരത്തെ എല്ലാം എടുത്തിട്ടില്ലേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ നല്ല ബെസ്റ്റ് വഴി, ഒന്നും മറക്കാതെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഞാൻ ഒരു സാധനം പോലും മറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവുകയാണ്. അനിയത്തിയും കുട്ടികളൊക്കെ ഉമ്മാൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും. ഞാനും അർഷാക്കും ഉപ്പയും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 11:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ ഒന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട്. സ്വാഭാവികമായിട്ടും വെയിലുള്ളപ്പോൾ ചൂടുണ്ടാവും. പിന്നെ ഓട്ടോയിലും കൂടിയാണ് പോണത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ചെറുക്കനൊക്കെ വെറുതെ കയറ്റിക്കാണ്ടതിൽ അർഷാക്കാണെങ്കിൽ എല്ലാവരും വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇവരെല്ലാവരും കൂടി മേക്കാൻ അധികം വലിയ പണിയെടുക്കുക. പിന്നെ നമ്മൾ നേരെ പോണത് എങ്ങനെ അറിയോ, ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഒരു ENT ഡോക്ടറെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് അവിടെ സൗജന്യമായിട്ടുള്ള ജ്യൂസ് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തണ്ണിമത്തൻ്റെ വെള്ളമൊക്കെ കിട്ടി നമുക്ക്. ഞങ്ങളതൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് OP ടിക്കറ്റ് എടുത്തിട്ടോ. ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം നമുക്കിവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അഡ്മിറ്റ് ആവാനുള്ളതൊക്കെ എഴുതി തന്നിട്ടുണ്ടെങ്കിലും OP ടിക്കറ്റ് എടുത്തിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ നിന്നു, ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഭയങ്കര ഡിലേ ആയിരുന്നു വാർഡിലേക്കൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കിട്ടി നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പോഴേക്കും 2:30 ആയിട്ടുണ്ടായിരുന്നു. അർഷാക്ക് ഉപ്പയും നോർമൽ ഫുഡാണ് കഴിച്ചത്. ഞാനും കുട്ടികളും ബിരിയാണിയാണ് കഴിച്ചത്. നമ്മൾ പിന്നെ എവിടെ പോയാലും സ്പെഷ്യലല്ലേ. അതിന് വീണ്ടും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വാർഡിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും മക്കളും അർഷാക്കിന് 7 മണി വരെ കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആട്ടിയോട് ഇവിടെ ഉള്ളവർ. അപ്പോൾ അതുവരെ ആളെ ഞങ്ങൾ 8:10 പറഞ്ഞ് ലീവൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടും, ആകെ 2-3 ഫാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ ജനലിൽ കൂടെ നോക്കിയാൽ നല്ല വ്യൂ ഒക്കെ കാണാണ്ട്. പിന്നെ മെല്ലെ കുറേ ആൾക്കാർ വന്നിട്ടില്ലേ. വൈകുന്നേരം ആയപ്പോഴേക്കും ബെഡ് കംപ്ലീറ്റ് ഫുള്ളായി. മൊത്തം 7 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സർജറിക്ക്. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഒക്കെ സെറ്റായി. തലേദിവസം 12 മണിക്ക് ശേഷം ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ചായ കുടിച്ചിട്ടില്ല. അവൻ കുടിക്കാത്തതുകൊണ്ട് ഞങ്ങളും കുടിച്ചില്ല. അപ്പോൾ അവല്ലേ ഓനാണെങ്കിൽ വെള്ളം തരുമോ, ചായ തരുമോ, ബിസ്ക്കറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആൾ ഇതേപോലെ കൂളായിട്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സർജറിക്കുള്ളൊരു മാസ്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ വെള്ളം വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് വെള്ളം മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിടും. പെൺകുട്ടികളാണെങ്കിൽ 2 സൈഡിലേക്ക് മുടിയൊക്കെ മുടഞ്ഞിടണം. അങ്ങനെ കുറേ നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ
എന്താ രാവിലെ 8:30 വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, നേരത്തെ കാലത്ത് റെഡിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 8:30 വിളിച്ചില്ല കേട്ടോ. നമ്മളെ വിളിച്ചപ്പോഴേക്കും കുറേ സമയമായി. പിന്നെ അവനെ സർജറിക്ക് കയറ്റാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടും കുറേ ടൈം ഡിലേ ആയിട്ടോ. ഈ ചെക്കനൊക്കെ കീറാൻ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഇവനക്ക് അർഷാക്ക് കടയിൽ പോയിട്ട് ഫുഡൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അർഷാക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്, രാത്രി പോയല്ലോ, പിന്നെ രാവിലെ വന്നത്. അപ്പോൾ ഞാൻ മാത്രമായിട്ടോ കഴിക്കാണ്ടായിരുന്നുള്ളൂ. ഞാനും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡ് കഴിക്കാതെ നമുക്ക് ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഓനക്ക് സർജറി ആയതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റാത്ത പ്രശ്നമാണല്ലോ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു 12 മണിയായപ്പോഴാണ് സയാനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. അത് വരെ ആളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴേക്കും എനിക്ക് ചോറ് വേണം, വെള്ളം വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടോ. കുറച്ച് വെള്ളം തരുമെന്നൊക്കെ ചോദിക്കണ്ട. പക്ഷേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ്. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് വിളിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആളെ കയറ്റിയിട്ട് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്. നമ്മൾ അനസ്തേഷ്യൊക്കെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ഓക്കെ ആയി വരാൻ സമയം എടുക്കുമല്ലോ. അങ്ങനെ തലേ ദിവസം 12 മണിക്ക് കഴിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കണം എപ്പോഴും അറിയാം, പിറ്റേ ദിവസം 6 മണിക്കാണ് കേട്ടോ, വൈകുന്നേരം 6 മണിക്ക്. തണുത്തതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ജ്യൂസ്, ഐസ്ക്രീം ചോദിക്കണമൊക്കെ വാങ്ങിക്കൊടുത്തു. എല്ലാ ഫുഡൊന്നും ഹെവി ആയിട്ടുള്ള കൊടുക്കാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് ഹൈസ്വാൻ ഞാൻ ഇവിടെ കിടത്തി ഉറക്കിട്ടോ. പക്ഷെ ഇവിടെ നല്ല കൊതുവാണ്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാർഡിൽ കുട്ടികളെയും കൂട്ടി കിടക്കാനോ നിൽക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ സയാൻ്റെ കൂടെ നിർത്താൻ മേമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേമ വന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഞാനും അർഷാക്കും ഐസും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഇനി നമുക്ക് നാളെ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെ വരണം. തിരിച്ച് നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് തന്നെ ബസ് കിട്ടുമോ ഇല്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടിയൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി. ഭയങ്കര ടയർഡായതുകൊണ്ട് പിന്നെ ഒന്നിനും നിന്നില്ല, കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.